ഗ്രാമകലകൾ തേടിയുള്ള നാട്ടരങ്ങിന്റെ ഇന്നത്തെ യാത്ര എത്തി നിൽക്കുന്നത് ഒരു നെയ്ത്ത് ഗ്രാമത്തിലാണ്. കൈത്തറി നെയ്ത്തിനായി തഞ്ചാവൂരിൽ നിന്നും കേരളത്തിലേക്ക് കുടിയേറി പാർത്ത മുതലിയാർ സമുദായ അംഗങ്ങൾ കൂട്ടമായി താമസിക്കുന്ന പാലപ്പുറം മുതലിയാർ തെരുവിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. കൈത്തറി നെയ്ത്തിന്റെ താളത്തിനൊപ്പിച്ച അംഗചലനങ്ങളുമായി അവതരിപ്പിക്കുന്ന കലാരൂപമാണ് കൊന്തിമത്തളം. മുതലിയാർ സമുദായക്കാരുടെ അനുഷ്ഠാന പാരമ്പര്യ കലയാണ് കൊന്തിമത്തളം. പ്രത്യേകമായ ചുവടുകളുണ്ടെങ്കിലും താളങ്ങളോ വാദ്യമേളങ്ങളോ ഇല്ലാതെയായിരുന്നു ഒരു കാലത്ത് കൊന്തിമത്തളം അവതരിപ്പിച്ചിരുന്നത്. ഇപ്പോൾ ചെണ്ടയുടെയും ഇലത്താളത്തിന്റെയും താളമൊപ്പിച്ചുള്ള കൊന്തിമത്തളം എന്ന കലാരൂപം കാണുവാനും കളിക്കുവാനുമായി നിരവധി പേരാണ് ഓരോ മുതലിയാർ തെരുവിലും ഒത്തുകൂടുന്നത്. പ്രത്യേകമായ ചുവടുകളോ താളങ്ങളോ പറയുന്നില്ലെങ്കിലും ഒരു നെയ്ത്തുകാരൻ തന്റെ തറയിൽ എങ്ങനെയാണ് ഒരു തുണി നെയ്യുന്നത് എന്നതിനെ ആസ്പദമാക്കിയാണ് കൊന്തിമത്തളം അവതരിപ്പിക്കുന്നത്. കാണാം കൊന്തിമത്തള കാഴ്ചകൾ. സ്വാഗതം നാട്ടരങ്ങിലേക്ക്. കൈത്തറി നെയ്ത്ത് കുലത്തൊഴിലായി സ്വീകരിച്ച് തമിഴ്നാട് തഞ്ചാവൂരിൽ നിന്നും കേരളത്തിലെ നിള നദിക്കരയിൽ താമസം ആരംഭിച്ച മുതലിയാർ സമുദായക്കാരുടെ പാരമ്പര്യ അനുഷ്ഠാന കലയാണ് കൊന്തിമത്തളം. തങ്ങളുടെ പാരമ്പര്യമായ നെയ്ത്തിനെ ഓർമ്മിപ്പിക്കും വിധമുള്ള അംഗചലനങ്ങളോടെയാണ് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നത്. പ്രത്യേക താളമോ ചുവടുകളോ ഇല്ലെങ്കിലും ചെണ്ടയും ഇലത്താളവും ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ കലാരൂപം അവതരിപ്പിക്കുന്നത്. തങ്ങളുടെ കുലദേവതയായ ആയിരം കണ്ണുടയോൾ എന്ന വിശേഷണമുള്ള മാരിയമ്മയ്ക്ക് മുമ്പിലാണ് മുതലിയാർ സമുദായ അംഗങ്ങൾ കൊന്തിമത്തളം എന്ന കലാരൂപം അവതരിപ്പിക്കുക. ആബാലവൃദ്ധം ജനങ്ങൾ മാരിയമ്മൻ പൂജാ മഹോത്സവം കൊടിയേറിയാൽ പൂജാ ദിനം വരെ കൊന്തിമത്തള ചുവടുകൾ വെച്ച കുലദേവതയ്ക്ക് മുമ്പിൽ ആടിത്തിമിർക്കും. പാലപ്പുറം തെരുവിലെ മാരിയമ്മൻ കോവിലുണ്ടായിട്ട് ഏകദേശം 400 കൊല്ലങ്ങളുണ്ടായിട്ടുണ്ടാവും. അതിലേറ്റവും സുഭിജിതമായിട്ട് നടക്കുന്നത് ആരംഭിച്ചത് 1940-കളിലാണ്. ശ്രീ കെ അണ്ണാമലപ്പുരയുടെ നേതൃത്വത്തിൽ ആയിരുന്നു തുടക്കം. ആദ്യം കൽപ്പാത്തി വാദ്യാർമാരായിരുന്നു ഇതിവിടെ പ്രതിഷ്ഠ നടത്തിയത്. അന്ന് മുതൽക്ക് നമ്മൾ ആദ്യമൊക്കെ 5 കൊല്ലം, ആദ്യം 7 കൊല്ലം കൂടുമ്പോഴാണ് നടത്തിയിരുന്നത് മാരിയമ്മൻ പൂജാ മഹോത്സവം. അത് അത്ര വിപുലമായിട്ട് മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ 3 ദിവസം കൊണ്ട് തീരുന്ന അവസരത്തില് ഇവിടെ 5, 6, 7 ദിവസം വരെ നിൽക്കും. അത് കൂടാതെ ഈ ഉത്സവം തുടങ്ങിക്കഴിഞ്ഞാൽ, കൊടിയേറി കഴിഞ്ഞാൽ, അന്നൊക്കെ പൂക്കുറിക്കുക എന്നാ പറയുക. പൂക്കുറിച്ച് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും രാത്രി ഈ നേരത്തെ പറഞ്ഞ മാതിരി കുമ്മിയടി, കൊന്തിമത്തളം എന്ന് പറയുന്ന ഉത്സവക്കളി തുടങ്ങിയവ രാത്രി 9-8 മണിക്ക് അരങ്ങേറും. അത് 2-3 മണിക്കൂർ തുടർച്ചയായിട്ട് നിൽക്കും.
ഈ അതിവിപുലമായിട്ടുള്ള ചെലവും പിന്നെ ഒക്കെ നെയ്ത്തുകാരാണ് ഇവിടെ അത്രയ്ക്ക് സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് കൊല്ലം നടത്താൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ദേശവാസികളെ മെനക്കെട്ടുന്നില്ല. പിന്നെ അത് 5 കൊല്ലമായി മാറി, പിന്നെ 3 കൊല്ലമായി മാറി. അത്രയും വിപുലമായിട്ട് നടത്തുന്നത് കൊണ്ടാണ് നമ്മൾ ഈ 3 കൊല്ലത്തിൽ ഒരിക്കൽ നടത്തുന്നത് എന്ന് അറിയിക്കുകയാണ്. മുതലിയാർ തെരുവുകളിൽ മാത്രമാണ് ഈ കലാരൂപം ഇന്ന് അവതരിപ്പിച്ചു പോരുന്നത്. മുത്തുക്കുമരൻ നൈനാർ എന്ന മുതലിയാർ സമുദായത്തിന്റെ ഗുരുവര്യന്റെ ത്യാഗസ്മരണയ്ക്കായാണ് കൊന്തിമത്തളം അവതരിപ്പിക്കുന്നത്. പക്ഷിമൃഗാദികൾക്കായി തന്റെ ജീവനുള്ള ശരീരം മുറിച്ച് ദാനം ചെയ്ത മുത്തുക്കുമരൻ നൈനാർക്ക് മുൻപിൽ മാരിയമ്മ പ്രത്യക്ഷപ്പെട്ടുവെന്നും മുതലിയാർ തെരുവുകളിലെ മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന്റെ ഭാഗമായി നൈനാർക്കും ചടങ്ങുകൾ ഉണ്ടാകുമെന്നും അതിന്റെ മുന്നൊരുക്കമാണ് കൊന്തിമത്തളമെന്നും പറഞ്ഞു വരുന്നു. തമിഴ്നാട് നിന്നും നെയ്ത്ത് പ്രവൃത്തിക്ക് വേണ്ടി വന്ന മുതലിയാർ സമുദായങ്ങൾ അവരുടെ തൊഴിലിനു വേണ്ടി ഒത്തുകൂടി ഓരോ ഗ്രാമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. പാലക്കാട്, തൃശ്ശൂർ, മറ്റുള്ള ജില്ലകളിലൊക്കെ ഇങ്ങനെയുള്ള ഒരു 10-60ഓളം ഗ്രാമങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒരു ഗ്രാമമാണ് പാലപ്പുറം ഈ നെയ്ത്ത് ഗ്രാമം, മുതലായ ഗ്രാമം. അങ്ങനെ അവർ അവരുടെ കുലദേവതയായി പ്രതിഷ്ഠിച്ച് ആരാധിച്ചു വരുന്ന ശ്രീ മാരിയമ്മയ്ക്ക് ഇപ്പോൾ 3 വർഷത്തിലൊരിക്കൽ മാരിയമ്മൻ പൂജ മഹോത്സവം നടത്തുന്നു. അതിൻ്റെ ഭാഗമായുള്ള ആചാര അനുഷ്ഠാന കലയാണ്, അതായത് നെയ്ത്ത് തൊഴിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള നെയ്ത്തിന്റെ അതേ ആംഗ്യങ്ങൾ കാണിച്ചുകൊണ്ടുള്ള കലയാണ് കൊന്തിമത്തളം എന്നൊരു കല. അതായത് ഇവിടെ ആദ്യം ഞങ്ങൾ കൊട്ടോടുകൂടി, അതായത് ചെണ്ട വാദ്യവും ചേങ്ങലയും കൂട്ടിയിട്ടുള്ള കൊട്ടോടുകൂടിയുള്ള ഒരു നൃത്ത പരിപാടി ദേവിക്ക് ഇഷ്ടപ്പെട്ട പണ്ട് തന്നെ നമ്മുടെ പൂർവികർ ആചരിച്ചു വന്ന ഒരു കലയാണ് കൊന്തിമത്തളം. ഇത് നെയ്ത്ത് പ്രവൃത്തിയാണ് കാണിക്കുന്നത്. അതായത് ഒരു നെയ്ത്തുകാരൻ അവന്റെ തറിയിൽ നെയ്യുന്ന ആംഗ്യങ്ങൾ കലാരൂപത്തിൽ നമ്മുടെ ക്ഷേത്ര തിരുമുറ്റത്ത് അവതരിപ്പിക്കുന്ന ഒരു കലയാണ് കൊന്തിമത്തളം. അതുകൂടാതെ ദേവിക്ക് സ്ത്രീകൾ അല്ലെങ്കിൽ പുരുഷന്മാര് അവര് ഡാൻസ് രൂപത്തിൽ പാട്ടുപാടി ദേവീനെ വർണ്ണിച്ചുകൊണ്ടുള്ള ഒരു നൃത്തമാണ് ഈ കുമ്മിയടി പറഞ്ഞത്. കൊന്തിമത്തളത്തോടൊപ്പം തന്നെ കുമ്മിയടിയും മുതലിയാർ തെരുവുകളിൽ അരങ്ങേറും. കൊന്തിമത്തളത്തിൽ നിന്നും വ്യത്യസ്തമായി കുമ്മിയടിക്ക് പാട്ടും താളവുമുണ്ട്.
വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് കൊന്തിമത്തളം അവതരിപ്പിക്കുക. എന്നാൽ ചില മുതലിയാർ തെരുവുകളിൽ 3 വർഷം കൂടുമ്പോഴോ 5 വർഷം കൂടുമ്പോഴോ ആണ് ഈ കലാരൂപം അവതരിപ്പിക്കുകയുള്ളൂ. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്കുള്ള മുതലിയാർ സമുദായക്കാരുടെ കുടിയേറ്റത്തോളം തന്നെ പഴക്കമുണ്ട് ഈ കലാരൂപങ്ങൾക്കും. തൃശൂർ, പാലക്കാട് ജില്ലകളിലായി 60ഓളം മുതലിയാർ തെരുവുകളിൽ ഇന്ന് ഈ കലാരൂപം അവതരിപ്പിച്ചു വരുന്നുണ്ട്. കൈക്കുഞ്ഞു മുതൽ വൃദ്ധൻ വരെ ഒരു മനസ്സോടെ കൊന്തിമത്തളം എന്ന ഈ കലാരൂപത്തിൽ അണിനിരക്കും. 400 വർഷങ്ങൾക്ക് മുമ്പ്, ഏതാണ്ട് 4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തഞ്ചാവൂരിൽ നെയ്ത്തു പ്രവൃത്തിയിൽ ഏർപ്പെട്ടിരുന്ന മുതലിയാർ സമുദായക്കാർ കടുത്ത ദാരിദ്ര്യം മൂലം അവിടെ നിന്ന് പലായനം ചെയ്യുകയും കേരളത്തിലെ പല സ്ഥലത്തായി കഴിയുന്നതും പുഴയോരങ്ങളിൽ കുടിയേറി പാർപ്പ് തുടങ്ങുകയും ചെയ്തതിൻ്റെ ഭാഗമായി പാലപ്പുറത്തും വന്ന കുറച്ച് മുതലിയാർ സമുദായങ്ങളിൽ പെട്ടവരാണ് ഇന്നിവിടെ കാണുന്ന 350-ലധികം വീടുകളുള്ള മുതലിയാർ സമുദായക്കാരുടെ ഒരു കൂട്ടം. മാരിയമ്മൻ ദേവിയെ ആരാധിക്കുന്ന തമിഴ്നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇവിടെയും ആരാധനയ്ക്ക് വേണ്ടി മാരിയമ്മൻ ദേവിയെ പ്രതിഷ്ഠിക്കണമെന്ന് ഈ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്നത്തെ ഞങ്ങളുടെയൊക്കെ പൂർവികർ ഈ ക്ഷേത്രം ഇവിടെ സ്ഥാപിക്കുന്നതിന് മുമ്പായി ചെറിയ ഒരു പ്രതിഷ്ഠ നടത്തി അതിൽ ആരാധന നടത്തി വന്നിരുന്നത്. കൊന്തിമത്തളം അവതരിപ്പിക്കുവാനും കാണുവാനുമായി ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമെന്നതും ഈ കലാരൂപത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നു. ഒരു സാമുദായിക കലയാണ് കൊന്തിമത്തളമെങ്കിലും ഇപ്പോൾ ഈ കല ജനകീയമാണ്. കൊന്തിമത്തളം അവതരിപ്പിക്കുന്ന ക്ഷേത്രാങ്കണം കോലങ്ങളാൽ അലങ്കരിച്ചാണ് ഈ കലാരൂപം അവതരിപ്പിക്കുക. തങ്ങളുടെ പൈതൃക ഗുരുക്കന്മാർക്ക് സഭാഷ് വിളിച്ചാണ് കൊന്തിമത്തള ചടങ്ങുകളുടെ അവതരണങ്ങൾക്ക് തുടക്കമാവുക. அனைவரும் தான் சென்று அனைவரும் தான் சென்று அல்லானை ஜெயித்து வர வேண்டும் என அல்லானை ஜெயித்து வர வேண்டும் என ஆரூர் வீதியும் கொக்கரிக்க அதிலிருந்த 12 நவங்கிற ഗണപതി, സരസ്വതി, ശിവൻ, പാർവതി, മാരിയമ്മ എന്നിവരുടെ സ്തുതികൾ പാടിയാണ് കുമ്മിയടി നടക്കുക. കുന്തിമത്തളവും കുമ്മിയടിയും പരസ്പര പൂരകമായി നിലകൊള്ളുന്നവയാണ്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തങ്ങളുടെ അധ്വാനത്തിന്റെ പരിസമാപ്തിയായാണ് കുന്തിമത്തളം, കുമ്മിയടിയും മുതലിയാർ സമുദായക്കാർ അവതരിപ്പിച്ചു പോരുന്നത്. ഒരു കുടുംബം മുഴുവനും കഷ്ടപ്പെടുന്ന തൊഴിലാണ് കൈത്തറി നെയ്ത്ത്. അത്തരത്തിലുള്ള ഒരു കുടുംബത്തിന്റെ മുഴുവൻ അധ്വാനത്തിൽ നിന്നും അല്പം ആനന്ദം പകരുന്ന കലാരൂപമാണ് കുന്തിമത്തളം. അത്തരത്തിലുള്ള കുടുംബാംഗങ്ങൾക്ക് അല്പം ആനന്ദം പകരുക എന്ന ചിന്തയിൽ നിന്നാണ് കുന്തിമത്തളം എന്ന കലാരൂപം ഉദയം ചെയ്തതെന്നും പറഞ്ഞു വരുന്നു. തങ്ങൾ ഒരു വർഷമായി തുടർന്നു പോരുന്ന തങ്ങളുടെ പൈതൃക തൊഴിലിനെ അതേപടി നൃത്തരൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ ഈ കലാകാരന്മാർ. കൊന്തിമത്തളവും കുമ്മിയടിയും ഒരു സമൂഹത്തെ ഒരു നൂലിൽ കോർത്ത മുത്തുകൾ പോലെ സാമുദായിക ഐക്യം ബലപ്പെടുത്തുകയാണ്. ഓരോ മാരിയമ്മൻ പൂജാ മഹോത്സവം സമാപിക്കുമ്പോഴും അടുത്ത വർഷത്തെ മാരിയമ്മൻ പൂജയ്ക്കായി തയ്യാറെടുക്കുകയായിരിക്കും ഓരോ മുതലിയാർ സമുദായാംഗവും.
നാട്ടരങ്ങിൻ്റെ ഇന്നത്തെ യാത്ര ഇവിടെ സമാപിക്കുന്നു. അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം മറ്റൊരു കലാരൂപവുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. നാട്ടരങ്ങിൻ്റെ മുൻ എപ്പിസോഡുകൾ KCV യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പേജുകളിലും ലഭ്യമാണ്. തീർച്ചയായും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഞങ്ങളെ അറിയിക്കുക. നന്ദി, നമസ്കാരം.